In this video, I am going to discuss about planning mission. Reciprocating mission tools are classified into three types. That is, first one shaper, second one slotter, and third one is planner. See, planning mission, which is used for machining large flat surface. That's the primary use of a planning mission. Planning mission commonly യൂസ് ചെയ്യുന്നത് ലാർജ് ഫ്ലാറ്റ് സർഫസുകൾ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മേ ബി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻ സർഫസ്. See, planning machines usually undertake large and heavy jobs which are almost impracticable to be machined on shaper or a milling machine. അതായത് പ്ലാനിങ് മെഷീനിൽ എല്ലായ്പ്പോഴും മെഷീൻ ചെയ്യുക ലാർജ് സൈസ്ഡ് ജോബുകളായിരിക്കും. അതൊരിക്കലും ഷേപ്പറിലോ മില്ലിംഗ് മെഷീനിലോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്ലാനിങ് മെഷീൻ ആൻഡ് എ ഷേപ്പർ? See, planning machine differ from a shaper in that for machining the work loaded on the table, reciprocate past the stationary tool in a planner, whereas in a shaper, these tools reciprocate past the stationary work. So that's the difference between the planning machine and shaper. ഇപ്പോൾ പ്ലാനിങ് മെഷീൻ്റെ കേസിൽ വർക്ക് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മെഷീൻ്റെ ടേബിൾ ആണ് എന്ത് ചെയ്യുക, റെസിപ്രോക്കേറ്റ് ചെയ്യുക. ദ ടൂൾ വിൽ റിമെയിൻ സ്റ്റേഷനറി. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് പ്ലാനിങ് മെഷീനിലും ഷേപ്പറിലും യൂസ് ചെയ്യുന്നത്. ഷേപ്പറിൻ്റെ കേസിൽ എങ്ങനെയാണ്? സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. വർക്ക് പീസ് വിൽ ബി റിമെയിൻ സ്റ്റേഷനറി. So that's the difference between the planning machine and shaper. Once more, planning മെഷീൻ്റെ കേസിൽ ടേബിളിന് മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന വർക്ക് പീസ്, സോ ടേബിളാണ് എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് പാസ് ദ സ്റ്റേഷനറി സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഷേപ്പറിൻ്റെ കേസിൽ എന്താണ്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, ടൂൾ റിമെയിൻ സ്റ്റേഷനറി. ഓക്കെ, സീ വാട്ട്സ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പ്ലാനർ. In a planner, the work which is supported on the table reciprocates past the stationary cutting tool and the feed is imparted by the lateral movement of the tool. The tool is clamped in a tool holder and work on the table. The planner is equipped with the clapper box to raise the tool in ideal stroke. See, that's the working principle of a planning machine. See, planning machine കേസിൽ വർക്ക് പീസിന് ടേബിളിൻ്റെ മുകളിലാണ് ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. ആ ടേബിളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. റെസിപ്രോക്കേറ്റിംഗ് പാസ്റ്റ് ഓവർ ദി സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഇപ്പോൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ റിമെയിൻ സ്റ്റേഷനറി ആൻഡ് ദാറ്റ് വിൽ ഹാവ് എ ലാറ്ററൽ മൂവ്മെൻറ്റ് ഫോർ ഗിവിംഗ് ഫീഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് വൺ സൈക്കിൾ. ആൻഡ് ദ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഈസ് മൗണ്ടഡ് ഇൻ എ ക്ലാപ്പർ ബോക്സ് ആൻഡ് ദാറ്റ് വിൽ പ്രൊവൈഡിംഗ് എ ക്ലിയറൻസ് സ്പേസ് ഓർ ലിഫ്റ്റ് during the return stroke or ideal stroke. So this is a working principle of a planning machine. ഇപ്പോൾ പ്ലാനിങ് മെഷീൻ്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പീസ് എന്ത് ചെയ്യും, റെസിപ്രോക്കേറ്റ് ചെയ്യും, ടൂൾ റിമെയിൻസ് സ്റ്റേഷനറി. ഇപ്പോൾ ടൂളിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലാറ്ററൽ മൂവ്മെൻ്റ് ആണ്, ഫീഡ് കൊടുക്കാൻ വേണ്ടി ലാറ്ററൽ മൂവ്മെൻ്റ് ആണ്. ടൂളിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത് ക്ലാപ്പർ ബോക്സിലാണ്. ഈ ഒരു ക്ലാപ്പർ ബോക്സ് ലിഫ്റ്റ് ചെയ്യും ആൻഡ് പ്രൊവൈഡിങ് എ ക്ലിയറൻസ് സ്പേസ് ഡ്യൂറിങ് ഐഡിയൽ സ്ട്രോക്ക്. സോ ദാറ്റ്സ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പ്ലാനിങ് മെഷീൻ. So next one, what are the main parts of a planning machine? See, this is the line diagram which is used to explain what are the main parts of a planning machine. See, planning machine, it is a heavy construction when compared to milling machine, shaper. Planning machine is a large size and which is only used for machining large sized work pieces which cannot be machined by using shaper and milling machine. ഇപ്പോൾ പ്ലാനിങ് മെഷീൻ എന്ന് പറയുന്നത് ഒരു ഹെവി കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ ലാർജ് വർക്ക് പീസുകൾ അല്ലെങ്കിൽ ജോബുകളൊക്കെ മെഷീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺലി എന്ത് യൂസ് ചെയ്യുന്നത്, പ്ലാനിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പറും മില്ലിംഗ് മെഷീനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്ലാനിങ് മെഷീൻ എന്ന് പറയുന്നത് എക്വിപ്പ് ചെയ്യുന്ന ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഇതാണ് പ്ലാനിങ് മെഷീൻ്റെ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്, വിച്ച് കൺസിസ്റ്റ് എ ബെഡ്, ടേബിൾ ആൻഡ് 2 വെർട്ടിക്കൽ കോളംസ്, എ ക്രോസ് റെയിൽ, ഓവർ ആം സപ്പോർട്ട് ആൻഡ് ടൂൾ പോസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ബെഡ്.
സി ബെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെവി കാസ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്, ബോക്സ് ലൈക്ക് കാസ്റ്റിംഗ് ആണ്, റിബ്സും വെബ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. യൂഷ്വലി ബെഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ടാണ് മാനുഫാക്ചറിങ് ചെയ്യുക, അതിനുശേഷം ബോൾട്ടഡ് ജോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, so bed is a heavy and large cast iron structure which is provided with a cross rib for additional strength and stiffness. See, usually in large planing machine, the beds is made in two parts. After properly machined, it is bolted together to form a single length bed. See, usually the size of the bed is 2 times larger than the size of the table, and top of the bed that is provided with V-ways and flat ways for the support and guiding table. Okay, അപ്പോൾ ബെഡ് എന്ന് പറയുന്നത് ഒരു ഹെവി കാസ്റ്റ് അയൺ സ്ട്രക്ചറാണ്, ബോക്സ് ലൈക്ക് കാസ്റ്റ് അയൺ സ്ട്രക്ചറാണ്, ക്രോസ് സ്ട്രിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ബെഡ് എന്ന് പറയുന്നത് സാധാരണ കേസിൽ 2 പീസായിട്ടാണ് മാനുഫാക്ചറിങ് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി ഗെറ്റ് ബോൾട്ടഡ് ആൻഡ് ജോയിൻറ്റഡ്. അപ്പോൾ ബെഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ടേബിളിൻ്റെ സൈസിൻ്റെ 2 മടങ്ങ് കൂടുതലായിരിക്കും. ബെഡിൻ്റെ മുകൾ വശത്ത് വി ഗൈഡ് വേയും ഫ്ലാറ്റ് ഗൈഡ് വേയും കൊടുത്തിട്ടുണ്ട്, അതിലൂടെയാണ് ടേബിൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ പാർട്ടാണ് ടേബിൾ. സി ടേബിൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് T slots are provided in the top of the table for clamping the workpiece. See, in large size planing machine, table is also made in 2 pieces and bolted and jointed. ഓക്കെ, സോ ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ടേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാസ്റ്റ് അയൺ സ്ട്രക്ചറാണ്, മുകൾ വശത്ത് T സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്, വർക്ക് പീസ് ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി T സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യൂഷ്വലി ലാർജ് സൈസ് പ്ലാനിങ് മെഷീൻ ആണെങ്കിൽ ടേബിൾ 2 പീസായിട്ടാണ് മാനുഫാക്ചർ ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ഗെറ്റ് ബോൾട്ടഡ് ആൻഡ് ജോയിൻറ്റഡ്. നെക്സ്റ്റ് വൺ ഈസ് കോളംസ്. See, columns are structural members along with guideways are provided on the side of the member. See, the 2 columns are linked by cross rail and an overarm support. The cross rail moves on the guideway. It carries feed mechanism and power transmission link. So, എന്താണ് കോളംസ്? ഒരു പ്ലാനിങ് മെഷീനിൽ 2 വേർട്ടിക്കൽ കോളംസ് ഉണ്ട്. അതിന് വേറെ പറയുന്ന പേരാണ് അപ്രൈറ്റ്സ്, കോളം ഓർ അപ്രൈറ്റ്സ്. അപ്പോൾ ഈ ക്രോസ് റെയിലിൻ്റെ മുകൾ വശം ഒരു ഓവറാം സപ്പോർട്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രോസ് ബീം എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു കോളത്തിലാണ് ക്രോസ് റെയിൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ക്രോസ് റെയിൽ എന്ത് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് റെയിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ വേണ്ടി ഗൈഡ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി കോളം. ദെൻ ക്രോസ് റെയിൽ. സോ ദിസ് ഈസ് ദ ക്രോസ് റെയിൽ. See, cross rail is another rigid structural member that is mounted over the column and slides up and down direction on the guideway provided on the column. See, by using an elevating screw, it can move up and down direction, and upon the cross rail, 2 tool heads are mounted. See, cross rail എന്ന് പറയുന്നത് അടുത്തൊരു സ്ട്രക്ചറൽ മെമ്പറാണ്, ഹെവി സ്ട്രക്ചറൽ മെമ്പറാണ്. അത് ഈ വെർട്ടിക്കൽ കോളത്തിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ക്രോസ് റെയിൽ ദാറ്റ് വിൽ മൂവ് ഇൻ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ ത്രൂ ദി ഗൈഡ് വേ പ്രൊവൈഡഡ് ഇൻ ദി വെർട്ടിക്കൽ കോളം. വെർട്ടിക്കൽ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഗൈഡ് വേയിലൂടെയാണ് ഈ ക്രോസ് റെയിൽ എന്ത് ചെയ്യുക, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുക. സോ ക്രോസ് റെയിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്. ആ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഹിയർ ഈസ് എൻ എലിവേറ്റിംഗ് സ്ക്രൂ ഈസ് പ്രൊവൈഡഡ്. When that elevating screw is rotated, the cross rail that will move in up and down direction along the guideway provided in the vertical columns. അപ്പോൾ ഈ ക്രോസ് റെയിലിൻ്റെ മുകളിലാണ് 2 വേർട്ടിക്കൽ ടൂൾ പോസ്റ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ വേർട്ടിക്കൽ ടൂൾ പോസ്റ്റ് ക്രോസ് റെയിലിലൂടെ ഹൊറിസോണലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ടൂൾ ഹെഡ്സ്. See, these are the tool heads. Totally 4 tools head are in the case of a planing machine, each on the vertical column, and two tool head are mounted over the cross rail. See, this side tool post
that is mounted on the vertical column that can machine the workpiece from the side, and vertical tool post that will machine the workpiece from the top. ഓക്കെ, അപ്പോൾ 4 ടൂൾ പോസ്റ്റുകളാണ് മൊത്തത്തിൽ ഒരു പ്ലാനിങ് മെഷീനിലുള്ളത്. 2 എണ്ണം വെർട്ടിക്കൽ കോളത്തിലാണ്, ബാക്കി വരുന്ന 2 എണ്ണം ക്രോസ് സൈഡിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് ടൂൾ പോസ്റ്റുകൾ വർക്ക് പീസിൻ്റെ സൈഡിൽ നിന്ന് മെഷീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. വെർട്ടിക്കൽ ടൂൾ പോസ്റ്റുകൾ വർക്ക് പീസിൻ്റെ മുകളിൽ നിന്ന് മെഷീൻ ചെയ്യാൻ വേണ്ടി കോമൺലി യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു പ്ലാനിങ് മെഷീൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാനിങ് മെഷീൻ്റെ മെയിൻ പാർട്സ്? ബെഡ്, ടേബിള്, വെർട്ടിക്കൽ കോളം, then we have an overarm support or cross beam, cross trail, tool post. Okay, then types of planners. See, according to general construction, there are following types of planners: double house planner, open side planner, pit planner, divided planner, edge planner. ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാനേഴ്സ്. സാധാരണ ഇത് എക്സാമിന് ചോദിക്കാറൊന്നുമില്ല. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ചോദിക്കുക വിത്ത് എ നീഡ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദി മെയിൻ പാർട്സ് ഓഫ് പ്ലാനിങ് മെഷീൻ ഓർ ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് പ്ലാനിങ് മെഷീൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ ടൈപ്പ്. അപ്പോൾ ഒരു ടൈപ്പിനെ പറ്റി എന്ത് ചെയ്താൽ മതി? എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പ്ലാനിങ് മെഷീൻ എന്ന് പറയുന്നത് ഡബിൾ ഹൗസ് പ്ലാനറാണ്. ഈ കാണുന്നത് ഡബിൾ ഹൗസ് പ്ലാനറാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാനിങ് മെഷീൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി വൺ ഡീറ്റെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതിയതിനു ശേഷം ഡബിൾ ഹൗസ് പ്ലാനറെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, സോ എല്ലാ ക്ലാസിഫിക്കേഷനും പഠിക്കേണ്ട ആവശ്യമില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ എല്ലാ ക്ലാസിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാനത് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനർ ആൻഡ് ഷേപ്പർ. അത് ചോദിക്കാതെ ചോദ്യമാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനർ ആൻഡ് ഷേപ്പർ? See, in a planner, work which is supported on the table reciprocate over the stationary cutting tool, and feed is supplied by the lateral movement of the tool. In shaper, the tool which is mounted upon the ram reciprocates, and the feed is given by the crosswise movement of the table. So, there is the main difference between the planner and shaper. അപ്പോൾ എന്താണ് പ്ലാനിങ് മെഷീനും ഷേപ്പിംഗ് മെഷീനും തമ്മിലുള്ള ഡിഫറൻസ്? പ്ലാനിങ് മെഷീൻ്റെ കേസിൽ വർക്ക് പീസിൻ്റെ ടേബിളിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആ ടേബിളാണ് എന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫീഡ് ഈസ് ഗിവൺ ബൈ ദി ലാറ്ററൽ മൂവ്മെൻറ്റ് ഓഫ് ദി ടൂൾ എന്താണ്? റിമൈൻ സ്റ്റേഷനറി ആണ്. ഷേപ്പറിൻ്റെ കേസിൽ ടൂളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, വർക്ക് പീസ് എന്താണ്? റിമൈൻ സ്റ്റേഷനറി ആണ്. ഫീഡ് കൊടുക്കുന്ന സമയത്ത് ടേബിൾ എന്താണ്? ഷേപ്പറിൻ്റെ ടേബിൾ എന്താണ്? ക്രോസ് വൈസ് ആയിട്ട് മൂവ് ചെയ്യാണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പ്ലാനർ ആൻഡ് ഷേപ്പർ. Then, what are the operations done on a planner? Common operations performed on a planner include machining horizontal surface, machining vertical surface, flat surface, machining angular surface including dovetails, machining different type of slot and grooves, machining curved surface, and machining contours. So these are the main operations that can be performed in a planar machine. Machining horizontal flat surface, machining vertical flat surface, machining angular surface including dovetails, machining different types of slot and groove, machining curved surface, machining long p-marked contours. Shaper tools ഒന്നും നിങ്ങളുടെ സിലബസ്, പ്ലാനർ ടൂൾസ് ഒന്നും സിലബസിലില്ല, യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. Then work holding devices in a planner. See, most of the job can be directly held on the machine table with the help of general type of fixtures. Commonly using work holding devices are vise, stop, strips, stop block, clamp, angle plate, toe dog, planner jocks, T-bolt, parallels, braces, V-block. See, these are the wide classification of what are the work holding devices in a planning machines. ഇപ്പോൾ പ്ലാനിങ് മെഷീൻ എന്ന് പറയുന്നത് കോമൺലി ഹെവി ജോബ്സ് മെഷീൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ കേസിൽ ഈ ഹെവി ജോബ്സിനെ ഡയറക്റ്റ് ആയിട്ട് ടേബിളിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നുണ്ടാവുക ക്ലാമ്പിംഗ് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ, സ്മോൾ ജോബ്സ് ആണെങ്കിൽ വി ആർ യൂസിങ് സം മെഷീൻ വൈസ്. ദെൻ പ്ലാനർ മെഷീൻ സ്പെസിഫിക്കേഷൻ. Planners are specified by the following main dimension: horizontal distance between two
വെർട്ടിക്കൽ ഹൗസിംഗ്, രണ്ട് വെർട്ടിക്കൽ ഹൗസിങ്ങുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ദെൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേബിൾ ടോപ്പ് ആൻഡ് ദ ക്രോസ് റെയിൽ വെൻ ദ ലാറ്റർ ഈസ് ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അതായത് ടേബിളിൻ്റെ ടോപ്പ് മുതൽ ക്രോസ് റെയിൽ വരെയുള്ള ഡിസ്റ്റൻസ്, ആ ക്രോസ് റെയിൽ ഏറ്റവും മുകളിലായിട്ട് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ maximum length of table travel or length of stroke. See, in addition, planner is also specified by length of bed, length of table, method of driving, etc. Then motor horsepower, number of additional tool head required, method of driving table, etc. So these are the general specification of a planner machine. സോ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കമ്പാരിസൺ. ഇത് സ്ഥിരം ചോദിക്കാനുള്ളതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന്. കമ്പയർ പ്ലാനിങ് മെഷീൻ ആൻഡ് ഷേപ്പർ മെഷീൻ. ഓക്കെ, ആൻഡ് കമ്പയർ പ്ലാനർ, ഷേപ്പർ ആൻഡ് സ്ലോട്ടർ മെഷീൻ. സാധാരണ ചോദിക്കാനുള്ളതാണ് പ്ലാനറിന് ഷേപ്പർ എന്ന് പറയുമ്പോൾ കമ്പാരിസൺ എന്താണ്. ജസ്റ്റ് ഓരോ പോയിന്റ്സ് ആയിട്ട് പോവാം. ഇറ്റ് ഈസ് എ ഹെവിയർ, മോർ റിജിഡ് ആൻഡ് കോസ്റ്റിയർ ദൻ മെഷീൻ. കോസ്റ്റിയർ. ഷേപ്പറിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആൻഡ് ചീപ്പർ മെഷീൻ. ഇറ്റ് റിക്വയർ മോർ ഫ്ലോർ ഏരിയ, ഇറ്റ് റിക്വയർ ലെസ് ഫ്ലോർ ഏരിയ ഷേപ്പറിൻ്റെ കേസിൽ. ഹെവിയർ കട്ട്സ് ആൻഡ് ക്രോസ് ഫീഡ് ക്യാൻ ബി എംപ്ലോയ്ഡ്. വെരി ഹെവി കട്ട്സ് ആൻഡ് ക്രോസ് ഫീഡ് കനോട്ട് ബി എംപ്ലോയ്ഡ്. അതായത് പ്ലാനർ മെഷീൻ ആണെങ്കിൽ ഹെവി കട്ട് കൊടുക്കാൻ പറ്റും, ഫീഡും അതുപോലെ തന്നെ ലാർജ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഷേപ്പറിൽ വെരി ഹെവി കട്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല, ഫീഡും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, വെരി ലാർജ് ഫീഡും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. Then several tools can be mounted and employed simultaneously using 4S maximum. Usually only one tool is used in shaper. അത് പ്ലാനിങ് മെഷീനിലാണെങ്കിൽ മോർ ദാൻ വൺ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും. ഷേപ്പറിലാണെങ്കിൽ ഒരു ടൂൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ടൂൾ യൂസ്ഡ് ഓൺ പ്ലാനേഴ്സ് ആർ ലാർജർ, ഹെവിയർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ഷേപ്പർ. ടൂൾ യൂസ്ഡ് ഓൺ ഷേപ്പർ ആർ സ്മോളർ ആൻഡ് ലൈറ്റർ. Cutting take place by reciprocating work under tool. Here, cutting take place by moving cutting tool over the job. See, used for machining large flat surface, horizontal, vertical and inclined. It is also used for same purpose but relatively smaller surface. Work held on table by fixture or clamping device. Work held in a vise or chuck in a table. Okay, so these are the main difference between planner and shaper. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കമ്പയർ പ്ലാനർ ആൻഡ് ഷേപ്പർ എന്ന് പറഞ്ഞിട്ട്. സോ നെക്സ്റ്റ് വൺ ആണ് കമ്പയർ ഷേപ്പർ, പ്ലാനർ, സ്ലോട്ടർ. ഷേപ്പറും പ്ലാനറും സ്ലോട്ടറും തമ്മിലുള്ള കമ്പാരിസൺ. ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലാണ്. ഫസ്റ്റ് വൺ വർക്ക് ടൂൾ മോഷൻ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഷേപ്പർ, പ്ലാനർ ആൻഡ് സ്ലോട്ടർ. ദെൻ കൺസ്ട്രക്ഷൻ റിജിഡിറ്റി. ആ ഒരു പോയിന്റിൽ വാട്ട് ഈസ് ഇൻ ഷേപ്പർ, പ്ലാനർ ആൻഡ് സ്ലോട്ടർ. Then motor power required. So ഈ ഒരു ഫാക്ടർ. Then typical work size and setup time. Number of surface that can be machined at a time. Material removal rate. Tool size, range of feed and speed. അപ്പോൾ 8 ആസ്പെക്ട്സ് വെച്ചിട്ടാണ് ഷേപ്പറിനെയും പ്ലാനറിനെയും സ്ലോട്ടർ എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യുന്നത്. ഇത് സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ ഷേപ്പർ, പ്ലാനർ ആൻഡ് സ്ലോട്ടറിന് എക്സാമിന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നത് മനസ്സിലാക്കി വെക്കുക. അത് ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ലെയ്ത്ത് മെഷീൻ ടൂള്, ദെൻ ഡ്രില്ലിംഗ് മെഷീൻ, ദെൻ ബോറിംഗ് മെഷീൻ, ദെൻ ഷേപ്പർ, സ്ലോട്ടർ, പ്ലാനർ, ഇത്രയും മെഷീൻ ടൂൾസുകളാണ് ഫസ്റ്റ് മോഡ്യൂളുള്ളത്. Okay, thank you.